നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. സെലക്ട് ദ കോമ്പൗണ്ട് ഫ്രം ദ ഫോളോയിങ് ദാറ്റ് വിൽ ഷോ ഇൻട്രാമോളിക്കുലാർ, വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന ആളെ സെലക്ട് ചെയ്യാനാണ്. വാട്ടർ ഉണ്ട്, അമോണിയ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതുപോലെ തന്നെ ഓർത്തോ നൈട്രോഫീനോളും ഉണ്ട്. നോക്കൂ, എന്ത് എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വ്യക്തമായി പറയുന്ന ഒരു ഐഡിയ ആണിത്. നമ്മൾ എല്ലാ ചാപ്റ്ററിലും ഓർഗാനിക്കിലൊക്കെ തന്നെ ഇൻ്ററും ഇൻട്രായും പഠിക്കുന്നുണ്ട്. ഒരു മോളിക്കൂളിൽ തന്നെ, വിത്തിൻ എ മോളിക്കൂൾ, ഒരു മോളിക്കൂളിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. വാട്ടറും അമോണിയും ആൽക്കഹോളും ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കാണിക്കുന്നത്. അവരുടെ മോളിക്കുലർ അസോസിയേഷൻ അതുകൊണ്ട് നടക്കും. എന്നാൽ ഓപ്ഷൻ 4ലേക്ക് വന്നാൽ ഞാൻ ആ ഓർത്തോ നൈട്രോഫീനോളിനെ ഒന്ന് വരച്ചിക്കാം. അപ്പം ഇവിടെ ഒരു OH ഗ്രൂപ്പ്, NO2 ഗ്രൂപ്പ് നമുക്കറിയാം N കോർഡിനേറ്റ് ബോണ്ടോ ഡബിൾ ബോണ്ടോ ആണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അതിനകത്ത് തന്നെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട, ഓർത്തോ നൈട്രോഫീനോളാണ്. ഇതിൻ്റെ റെഫറൻസ് എവിടെയാണ്? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ച് ആ ചാപ്റ്ററിൻ്റെ അവസാനം പറയുന്നുണ്ട്. അവിടെ വ്യക്തമായി ഇൻ്ററും ഇൻട്രായും വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് NCERT ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു എക്സാമ്പിൾ ഇതാണ്. അത് തന്നെ ഈ 2024 പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പോൾ നമ്മൾ മറ്റുള്ള ഗൈഡുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ NCERTയെ സ്നേഹിക്കുക, അത് പഠിക്കുക. അടുത്ത സീസൺ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉഷാറായി ഇതിലും ഗംഭീരമായി തന്നെ NCERT ബേസ് ചെയ്ത് തന്നെ ആൻസറിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾക്കത് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.